എൻ്റെ കടയിൽ ആരും വന്നില്ല. അതെന്തായിരിക്കോ? ചേച്ചി ഒരു മാലയ്ക്ക് എത്രയാ? ചേച്ചിയുടെ കടയിൽ ഞങ്ങൾ വന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്താ വിഷമിക്കുക? മാലയ്ക്ക് 10 രൂപയാ മോളെ. ചേച്ചിയുടെ കടയിൽ നിന്ന് ആരും വരാത്ത? അതെനിക്ക് അറിയില്ല മോളെ. സാരില്ല ചേച്ചി, ഞങ്ങൾ വാങ്ങിക്കാം. എങ്കിൽ 2 മാല എടുത്തോ. ഓക്കെ മാല. ഓക്കെ ചേച്ചി. ഹായ്, എന്ത് നല്ല മാലയാലേടി. 2 മാലയല്ലേ? അതെ ചേച്ചി, 2 മാലയല്ലേ? 1010 മോളെ. 1010? ഹാ മോളെ, 1010. 2 മാലയല്ലേ നിങ്ങൾ പറഞ്ഞേ? 2 മാലയ്ക്ക് 1010? 2 10. അപ്പൊ 1010. 1010? എന്റെ 20ആണ് ചേച്ചി. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല, നിങ്ങളെ വില കുറയ്ക്കണല്ലേ. 2 മാലയ്ക്ക് 1010 രൂപയാണ്. എങ്കിൽ ഞങ്ങൾക്ക് ഒരു മാല വേണ്ട. അപ്പൊ എത്രയായി? എന്നാ ഒരു മാല വേണ്ട. അപ്പോൾ 1010 അപ്പോൾ 1010 മൈനസ് 10 0. ആയിരം മോളെ. 1000? എന്നാ പിന്നെ ഞങ്ങൾക്ക് 2 എണ്ണവും വേണ്ട. അപ്പൊ എത്രയായി? 2 എണ്ണം വേണ്ടേ? എന്നാ 1000 മൈനസ് 10. എന്നാ 1000 രൂപ തോ. അതെങ്ങനെ ആവാനാ? ചേച്ചി, ഇതെന്താ 1000 മാത്രമേ ഉള്ളൂ? ചേച്ചിക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ലേ? ഞങ്ങളൊന്നും മേടിച്ചില്ലല്ലോ, പിന്നെന്താ 1000 രൂപ? അതൊന്നും പറഞ്ഞാ പറ്റൂല. എങ്കിൽ പിന്നെ പൈസ തന്നിട്ട് പോയാ മതി ഇവിടെ. എങ്കിൽ പിന്നെ ഈ 1000 മാറ്റിയിട്ട് ഒരെണ്ണത്തിന് 10 വല്ല ആക്കും. എന്നിട്ട് 2 എണ്ണം 10 20 ചേച്ചി. എന്നിട്ട് 2 എണ്ണം നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റിക്കണേയല്ല. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എടുത്തോ. നമുക്ക് ഈ ചേച്ചിക്ക് പൈസ കൊടുക്കണതന്നെ നല്ലത്. അല്ലെങ്കിൽ ഇനി ചേച്ചി വല്ല ജയിലിൽ നമ്മളെ കൊന്നിടും. ഞാൻ പോയി പൈസ എടുത്തുകൊണ്ട് വരട്ടോ. കൈ കാണിക്കും. ഇന്നാ ചേച്ചിയുടെ പൈസ. ഇനി എന്തെങ്കിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഒരു 10 10 1010